ഇപ്പോൾ ഷെരീഫ് സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷെരീഫ്, ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയോ? ഇപ്പോൾ അവിടേക്ക് ബെയിലി പാലം നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ, പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എത്തിയ രക്ഷാപ്രവർത്തകർ അവരുടെ പ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ 5 ബോഡി കൂടി കണ്ടെടുത്തിട്ടുണ്ട്. അതിലെ ഒരു മൃതശരീരത്തിന്റെ അവശിഷ്ടമാണ് കിട്ടിയത്. അങ്ങനെ 5 മൃതദേഹങ്ങളും ഇപ്പോൾ മേപ്പാടിയുള്ള കുടുംബാരോഗ്യ ആശുപത്രിയിലേക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ നിലവില് ഇവിടെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാരുടെ ഒരു സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. എന്തായാലും വയനാടിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് സ്വാഭാവികമായിട്ടും എല്ലാ സംവിധാനങ്ങളും ഉണർന്നെണീറ്റ് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഇവിടെ ഈ നിലവിൽ 134 മൃതദേഹങ്ങളാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. ഇനി തിരിച്ചറിയാനുള്ള ഒരു മൃതദേഹമുണ്ട്. കാരണം സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ വ്യക്തമാകാത്ത രീതിയിലാണ് ആ മൃതദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറെ ദൃശ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ ബന്ധുക്കൾ അവരുടെ കൂടെയുള്ള ആളുകളെ തെരയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രവും അതുപോലെ സമീപത്തുള്ള ക്യാമ്പുകൾ നടക്കും. അതായത് നിലമ്പൂരിൽ കണ്ടെത്തുന്ന ശരീരഭാഗങ്ങളൊപ്പം തന്നെ അവിടെ നിന്ന് വീണ്ടെടുക്കുന്ന മൃതശരീരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മേപ്പാടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആളുകൾ സ്വാഭാവികമായിട്ടും വൈകാരികമായ രംഗങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന കാഴ്ചകൾ ഷെരീഫിന് അവിടെ കാണാൻ കഴിയുമെന്നറിയാം. എങ്കിൽ പോലും അവിടെ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? നിലവില് വരുന്ന മൃതദേഹങ്ങൾ അത് എത്രയും പെട്ടെന്ന് അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധുജനങ്ങൾക്ക് കൊടുത്ത് അവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. ഇവിടെ സമീപത്ത് തന്നെയാണ് ഇവിടെ മേപ്പാടി ജുമാ മസ്ജിദ്, അതേപോലെ തന്നെ ക്രിസ്ത്യൻ സെമിത്തേരി. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഹിന്ദു ശ്മശാനമുണ്ട്. അപ്പോൾ സ്വാഭാവികം ഈ 3 സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ സംസ്കാര പരിപാടികൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തി ജനങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് എത്താത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് സംവിധാനങ്ങളെല്ലാം കാര്യക്ഷമമാക്കിക്കൊണ്ട് സംസ്കരണ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെരീഫ്, നമ്മളെപ്പോഴും ഉറ്റുനോക്കുന്ന അവിടുത്തെ ഒരു കാലാവസ്ഥയെക്കുറിച്ചാണ്. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി മറിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ എന്താണ് സ്ഥിതി? തെളിഞ്ഞ അന്തരീക്ഷമാണോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ കാർമേഘം പൂർണ്ണമായി മാറാത്തത് കൊണ്ടുള്ള ഭീതിജനകമായ സാഹചര്യവും ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും മഴ വിട്ടു നിൽക്കുന്നുണ്ട്. ഇതൊരു ആശ്വാസം തന്നെയാണ്. രക്ഷാപ്രവർത്തനത്തിനായാലും ഈ മൃതദേഹങ്ങൾ ഏറ്റെടുക്കുന്നതിലായാലും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളെയും കോർത്തിണക്കി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മഴ ഒരു ഘടകമായിരുന്നു. ഇപ്പൊ എന്തായാലും മഴ വിട്ടു നിൽക്കുന്ന ഒരു ആശ്വാസം തന്നെയാണ്.